യാതൊരു ഐഡിയയും പ്ലാനിങ്ങും ഇല്ലാണ്ട് എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ എങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. എങ്ങനെയൊക്കെ ആവും എന്തൊക്കെ ആവും എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വീഡിയോ കാണും. ഞാൻ എടുത്തത് എങ്ങനെയാണോ അങ്ങനെ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ഇടയിൽ ഇവള് വന്ന് എന്തൊക്കെയോ കാണിച്ചപ്പോൾ ഞാൻ കട്ട് ചെയ്തതെന്നല്ലാണ്ട് ആ സമയത്ത് എന്തൊക്കെ നടന്ന സംഭവങ്ങളാണ് അതെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു. അതിലെന്തൊക്കെ പിഴകളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പോവാ. ഒന്ന് നിരങ്ങി വന്ന് എൻ്റെ മേത്ത് കയറി വലിഞ്ഞ് ഇവിടെ വന്നിരിക്കാനുള്ള കളിയാണ്. അങ്ങനെ ഒരു 1,500 ആയാലും അവർ നമ്മുടെ കയ്യിലേക്ക് തരത്തുള്ളൂ ബേബീനെ. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. ഇവിടെ NICUവിൽ ഞാനും മമ്മിയും അവിടെ റൂം എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ ഫീഡ് ചെയ്യണമല്ലോ. ഫീഡ് ചെയ്യാൻ ഇവർക്ക് ട്യൂബിലൂടെ കൊടുക്കുകയുള്ളൂ പാലാ സമയത്ത്. സ്വന്തമായിട്ട് സക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ പാലിങ്ങനെ എടുത്തിട്ട് അവിടെ NICU കൊണ്ടുപോയി കൊടുക്കും. അവർ തന്നെയാണ് അത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെയിറ്റ് ഇങ്ങനെ ഇത്ര ഗ്രാം വെച്ച് കൂടാൻ തുടങ്ങി. കുറേശ്ശെയാണല്ലോ കൂടുള്ളൂ, പെട്ടെന്നൊന്നും കൂടി വരുമല്ലോ. അങ്ങനെ കൂടി വന്നപ്പോൾ അവർ പാലടയിൽ ഫീഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞ് ഒരു 1,500 ആവാനൊക്കെ ആയപ്പം എല്ലാ ദിവസവും അവിടെ കൗൺസിലിംഗ് ഉണ്ട് കേട്ടോ. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ കോൾ ചെയ്യും അവർ. അതിനുള്ളിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. കോൾ ചെയ്യും ഡോക്ടർ. എന്തായാലും നമ്മൾ രാത്രിയിൽ ഓരോ 2 മണിക്കൂർ ഇടവിട്ടും നമ്മൾ പാല് കൊണ്ടേ കൊടുക്കണം. ഉറക്കമില്ല ആ സമയത്ത്. സ്റ്റിച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിൻ്റെ വേദന ഉണ്ട്, എന്നാലും ഭയങ്കര വേദനയായിട്ട് എനിക്കുണ്ടായില്ല. ദൈവം സഹായിച്ച ആ സമയത്ത് 2 മണിക്കൂർ ഇടവിട്ട് ഉറക്കം ഉളയ്ക്കണം. അതൊരു സമയത്ത് അറിയാമല്ലോ, ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് റെസ്റ്റാണല്ലോ വേണ്ടത്. റെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്കുണ്ടായിട്ടില്ല. പിന്നെ മമ്മി എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ. ജോലിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ജോലിക്ക് പോകണമല്ലോ. ജോ കുറച്ച് ദിവസം അവിടെ നിന്നു. പിന്നെ ജോ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ പോയി. അങ്ങനെ അതിനുള്ള ശേഷം 2 മണിക്കൂറായിട്ട് രാത്രിയിലൊക്കെ പാൽ കൊണ്ടുപോയി കൊടുക്കണം നമുക്ക്. ഇപ്പം 8 മണി കഴിഞ്ഞ് 10 മണിക്ക് 12 മണിക്ക് അങ്ങനെ ഓരോ സമയം 2 മണിക്കൂർ കൂടുമ്പോൾ പാൽ കൊണ്ടുപോയി കൊടുക്കും. അതിന് ശേഷം പിന്നെ ഒരു 1,500 ആയപ്പം പാലട കൊടുക്കാൻ തുടങ്ങി. പിന്നെ KMC കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കും. അങ്ങനെ അപ്പം ഞാൻ പോവും. അങ്ങനെ ഒരു 1,500 കഴിഞ്ഞപ്പം നമ്മുടെ ഡൂഡുവിനെ നമ്മുടെ കയ്യിലേക്ക് തന്നവർ. ആദ്യമായിട്ട് ഞാൻ KMC എടുക്കാൻ പോയപ്പോൾ എന്താ പറയുക, ഒരു കുഞ്ഞു സാധനത്തിന് എൻ്റെ കയ്യിലേക്ക് തന്നവർ. കയ്യിലേക്ക് തരികയല്ല, അവർ എന്താ പറയുക, ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ എടുത്തു. എൻ്റെ നെഞ്ചിൽ KMC കൊടുക്കുന്നൊക്കെ അറിയാമല്ലോ. ഇവിടെ ഇങ്ങനെ നമ്മുടെ നെഞ്ചത്തേക്ക് അവരിങ്ങനെ കിടത്തിയിട്ട് നമ്മുടെ ഇങ്ങനെ ഓപ്പണുള്ള നൈറ്റി ആയിരിക്കും ആ സമയത്ത്, ഇങ്ങനെ ബട്ടണടി വരെ ഉള്ളത്. അപ്പം അത് നമ്മുടെ നെഞ്ചത്തോട് ചേർത്ത് നമ്മൾ ഉള്ളിൽ ഇന്നേഴ്സ് ഒന്നും ഇടാൻ പാടില്ല ആ സമയത്ത്. Sing
അങ്ങനെ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കടത്തി തന്നവർ. പിന്നെ അവർ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, അമ്മയായിട്ടുള്ള ബോണ്ട് മനസ്സിലാവണം, അവർക്ക് ചൂട് കിട്ടണം, എന്നാൽ അവർക്കതിന്ന് എത്രയും പെട്ടെന്ന് മാറാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ കുടിക്കാനായിട്ട് ഇങ്ങനെ തപ്പി വരുമായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ്, ഫീലിംഗ് ഒക്കെ നമുക്ക് ആ സമയത്ത് വന്നിരുന്നത്. കണ്ണ് ആ സമയത്ത് ഞാൻ കരഞ്ഞു. ഇവിടെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു. എപ്പോഴൊക്കെ കാണാൻ പോകുന്ന ആ സമയത്തൊക്കെ എനിക്ക് കരച്ചിലൊന്നും എടുക്കാൻ പറ്റണില്ലല്ലോ നമുക്ക്. അവളെ കാണുന്നുണ്ടെങ്കിലും നമുക്കൊന്ന് നമ്മുടെ ആദ്യമായിട്ടുള്ളൊരു കുഞ്ഞല്ലേ, നമ്മുടെ കുഞ്ഞല്ലേ, അപ്പം നമുക്കൊന്ന് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എന്നാലും ഞാൻ അത്രയും ഞാൻ പിടിച്ച് നിന്ന് അവസാനം എനിക്ക് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഹാപ്പി. അതിനെല്ലാം ശേഷം ആ വെയിറ്റ് മാറി കൂടിക്കഴിഞ്ഞപ്പോൾ അവർ നമ്മുടെ കയ്യിലേക്ക് തന്നു. പിന്നെ നമ്മൾ ഒരു 1.5 മാസം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റൽ വാസം എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നു. ജൂൺ ഒരു പകുതി ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, ഡേറ്റ് കറക്റ്റ് ഓർക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിവ്യൂവിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി. പിന്നെ ഇവിടെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും നമ്മൾ പാലടയിൽ തന്നെയാണ് അവൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രസ്റ്റ് ഫീഡ് അങ്ങനെ ആയിട്ടുണ്ടല്ലോ, ഒരു 3 കിലോൻ്റെ ഒക്കെ അടുത്തായി തുടങ്ങിയപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ്. അവൾക്ക് പാലട പിന്നെ അവൾ കുടിക്കുന്നേ ഇല്ല, അവൾക്ക് താല്പര്യമേ ഉണ്ടായില്ല. അവൾക്കിങ്ങനെ വലിച്ചു കുടിക്കാനായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഡോക്ടർമാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി അത് വേണ്ട, അത് ഒഴിവാക്കിക്കോ, അവൾക്കതാണ് താല്പര്യമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്ക്. പിന്നെ അവൾ ചെറുതായി അങ്ങനെ സക്ക് ചെയ്തെടുത്ത് കുടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ മാറി അങ്ങനെയും കൊടുക്കും, പാലടയും കൊടുക്കും, ഇതും കൊടുക്കും. കാരണം അത്രയല്ലേ ആയിട്ടുള്ളൂ. ആൾ 7 മന്തിലൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വലിച്ചു കുടിക്കാനും തരിപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു കോംപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും മറ്റേതൊരു പാലടയെ തന്നെ കുടിപ്പിക്കാൻ നോക്കുമായിരുന്നു. അതിനെല്ലാം ശേഷം ഇങ്ങനെ ആൾ പാലെല്ലാം കുടിച്ച് മിടുക്കിയായി വന്നു. വെയിറ്റ് കൂടി വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ആണെങ്കിലും നമുക്കൊരു ഒരു പ്രതീക്ഷ, ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ കുറച്ചൊന്ന് ഉഷാറായി വന്നു ആൾ ആ ഒരു സമയത്തൊക്കെ. ഞാൻ വീട്ടിലേക്ക് പക്ഷെ പോകുന്നത് 28 ഹോസ്പിറ്റലാണ്, 90 ഹോസ്പിറ്റലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. 90 വീട്ടിൽ വന്നിട്ടാണ്, 28 ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് 90, അതെ അങ്ങനെയായിരുന്നു. പിന്നെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പൗഡർ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ലോഷനും അവളെ കുളിപ്പിക്കുന്ന സോപ്പ്, കുളിപ്പിക്കേണ്ടത്, അതൊക്കെ അവർ പറയും പോലെ കേട്ടോ നമ്മൾ ചെയ്തത്. നമ്മൾ സാധാ നോർമൽ ബേബീസിനെ പോലെ അല്ല ഇവർക്ക് ഇത്ര മാസ വ്യത്യാസം ഉണ്ടല്ലോ, അതിനനുസരിച്ചാണ് അവർ ഡോക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്ത് ഓരോ കാര്യങ്ങൾ കുളിപ്പിക്കലൊക്കെ ആണെങ്കിൽ പോലും. അങ്ങനെ 6 മാസമായപ്പോൾ ഇവൾ കമന്നു. ആദ്യമായിട്ട് ഡോക്ടർമാർ ചോദിക്കും, കമന്നില്ലല്ലോ, അത് കുഴപ്പമില്ല, നിങ്ങളതൊന്നും പേടിക്കുക, നമുക്ക് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. എല്ലാം ലേറ്റായിട്ടായിരിക്കും അവർ അന്നേ നമ്മളോട് പറഞ്ഞു, വിഷമിക്കരുത്, അവർ 3 മാസം ഇത്ര വ്യത്യാസം ഉണ്ട് അവർക്ക്, അപ്പോൾ അതെല്ലാം അവർ ലേറ്റായിട്ടേ ചെയ്യുള്ളൂ. മറ്റുള്ള കുട്ടികൾ ഇപ്പോൾ 1 വയസ്സിൽ നടന്നെങ്കിൽ ഇവർ 1 വയസ്സിൽ നടക്കുമല്ലോ, 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴേ നടക്കുകയുള്ളൂ. അതൊക്കെ അവർ പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ കമത്തി ഇട്ടു നോക്കിയോ, കമത്തി കിടത്തവളെ നിലത്തൊക്കെ കമത്തി കിടത്താം, അപ്പോൾ അവൾ ചെയ്തോളൂ തോന്നും. പക്ഷെ എന്നാലും നിലത്ത് പായിട്ട് കിടത്തിയാൽ അവൾ കമലൂല. അവൾക്ക് അവളുടേതായ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയമായപ്പോൾ അവൾ കമന്ന് വീണു. 6.5 മാസമൊക്കെ ആയപ്പോഴേക്കും കമന്ന ആൾ പിന്നെ കമന്ന് വീണു. മുട്ടിലെഴയാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും അവൾ നീന്തി എല്ലായിടത്തേക്കും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കമന്നിട്ട് അങ്ങോട്ടും ഉരുളാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ആൾ ചെയ്യുന്നത്. അവൾക്ക് ഞാൻ പറഞ്ഞില്ല, വീഡിയോൻ്റെ തുടക്കം പറഞ്ഞ പോലെ തന്നെ ഈ മാസം 2025 മെയ് 25 ആവുമ്പോൾ 1 വയസ്സായി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആളെ കണ്ടാൽ നമ്മൾ ഓർക്കും 1 വയസ്സുള്ള ആളാണോ. പിന്നെ നമ്മൾ ഇന്നെ ചിന്തിക്കും, അവളുടെ 3 മാസത്തെ ഇതുണ്ടല്ലോ, അപ്പോൾ ആളത്രേ ഉണ്ടാവുള്ളൂ, സാരമില്ല, ഇതൊക്കെ ആയിക്കോളും. ആൾ തന്നെയല്ല, ആൾ ആക്റ്റീവാണ്, ഭയങ്കര കളിയാണ്, എന്തൊക്കെയോ ഇങ്ങനെ പറയും, ബളബളാന്ന്. അങ്ങനെ 8-ാം മാസം കേട്ടോ ഞങ്ങൾ
ഇങ്ങോട്ടാണ് എറണാകുളത്തേക്ക് ഞങ്ങൾ പോകുന്നത്. 8-ാം മാസം ഞങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടുവിട്ടു. കുറച്ച് നമുക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ലോങ് അല്ലേ. അതെല്ലാം കഴിഞ്ഞ് 8 മാസമായപ്പോഴാണ് എറണാകുളത്തേക്ക് പോയത്. പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് പനി വന്നു. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയില്ലേ, ചൂടാണ് അവിടെ ഭയങ്കര. അപ്പോൾ പനി പിടിച്ചു. അങ്ങനെ ആ ഒരു 3 മാസം ഒരു ഇതൊക്കെ ആയിരുന്നു, ചെറിയ പനി, കഫക്കെട്ട്. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ എപ്പോഴാണ്, മെയ്യിൽ. അങ്ങനെയൊക്കെ ഒരിതായിരുന്നു. ചൂടും എല്ലാം കൂടെ ആയിട്ടാകെ കഫക്കെട്ടും മൂക്കടപ്പൊക്കെ വന്നായിരുന്നു ആ സമയത്ത്. അത് പെട്ടെന്ന് ഞങ്ങൾക്ക് ചൂട് പറ്റില്ല, തണുപ്പാണ്. ഇവിടെ ജനിച്ച് വളർന്നപ്പോൾ തണുപ്പായിരുന്നല്ലോ വയനാട്ടിൽ, ഒക്കെ തണുപ്പാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ പകുതിയായപ്പോൾ ഞങ്ങളൊന്ന് ഈസ്റ്ററിന് മുന്നേ വിഷുവിൻ്റെ തലേന്ന്, വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നു. പാപ്പനും ആൻ്റെയും ഞൂഞ്ഞിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ വയനാട്ടിലേക്ക് വന്നു. ഇപ്പോൾ വയനാട്ടിനാട്ടോ ഉള്ളത്. അപ്പോൾ ബർത്ത്ഡേ മിക്കവാറും വയനാട്ടിലായിരിക്കും. ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ വരിക, അല്ലെങ്കിൽ ഇതിന് മുമ്പായിരിക്കും. നോക്കാം എങ്ങനെയെങ്കിലും ഇടും. ചിലപ്പോൾ ബർത്ത്ഡേക്ക് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേൻ്റെ അന്നായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇത് കുറേ ലോങ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ 2 എപ്പിസോഡൊക്കെ ആയിട്ടായിരിക്കും വരിക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ ഉണ്ടല്ലോ, ലോങ് അല്ലേ, ലോങ് വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങളിപ്പം വയനാട്ടിലാണുള്ളത്. വയനാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായിട്ടോ. അവൾക്ക് തണുപ്പ് വലിയ കുഴപ്പമില്ല. അവൾക്ക് ഇവിടെ വന്നിട്ട് ഫാൻ ഇട്ടില്ലെങ്കിൽ അവളുടെ തല വേർക്കും. അങ്ങനെയാണ്, എന്നെപ്പോലെയാണ്. എനിക്കും തണുപ്പ് ഒട്ടും തണുപ്പല്ല, ചൂട് എനിക്ക് ഒട്ടും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ ഡൂഡപ്പൻ ഒരു സുഖമായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങും എല്ലാം അവളുടെ കൂടെ വേണം. അങ്ങനെ ഞാൻ എൻ്റെ ഡൂഡപ്പനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പം നമ്മുടെ ഇവിടെ വന്ന് കിടക്കാൻ എൻ്റെ അടുത്ത്. ഇതാണ് എൻ്റെ മൊത്തം വെട്ടടിക്കണ്ടല്ലോ, ഭയങ്കര വെട്ടാണല്ലോ. ഇതാണ് ഞങ്ങളുടെ ഡൂഡൂഷ്, ഞങ്ങളുടെ പ്രീമച്ചുവർ ബേബി. പ്രീമച്ചുവർ എന്നൊന്നും പറയില്ല, അവൾ ശുന്തിരിയാണ്. അല്ല പ്രീമച്ചുവർ. ഇവിടെ അവളുടെ മൊത്തം ഭയങ്കരമായിട്ട് അവിടെ ഹായ് ഭംഗി എല്ലാവർക്കും. ഇതാണ് എൻ്റെ 1 വയസ്സായ എൻ്റെ ഡൂഡ്, ഞങ്ങളുടെ ഡൂഡ് കേട്ടോ. പേരൊക്കെ ഞങ്ങൾ റിവീൽ ചെയ്യാം. ഞങ്ങൾ മാമോദിസ കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ മാമോദിസ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ പേര് ഞങ്ങൾ റിവീൽ ചെയ്യുക, അല്ലേ. ഹായ് ഇവിടെ ഹായ് പറഞ്ഞത് എല്ലാറ്റും ഒരു ഹായ് പറഞ്ഞത്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഡൂഡു, നമ്മുടെ ഷൊത്താണ് കേട്ടോ. അവൾക്കിപ്പം ഫോണിൽ പിടിക്കണം. വെട്ടം ഭയങ്കരമായിട്ട് വെട്ടം നോക്കിയിരിക്കുന്നു. ഇവിടെ ഇരി. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ ഡൂഡുവിൻ്റെ ലൈഫ് ജേണി എന്ന് പറയുന്നത്. 7 മന്ത് ഞങ്ങൾക്കുണ്ടായ ഞങ്ങളുടെ കൺമണിയാണത്. ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളിലേക്ക് വന്ന ഞങ്ങളുടെ കൂട്ടുകാരിയാണിത്, ഞങ്ങളുടെ കൂട്ടുകാരി. അങ്ങനെ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൊച്ചു വീഡിയോ കേട്ടോ, വലിയൊരു വീഡിയോ. അപ്പോൾ ഇപ്പോൾ 1 വയസ്സാകുമ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ അറിയിക്കണം എന്നെനിക്ക് തോന്നി. ഇതുപോലുള്ള കുറേ ബേബീസ് ഉണ്ടാവുമല്ലോ, പ്രീമച്ചുവറായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവളുടെ വളർച്ചയെല്ലാം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് അവൾ ഇനി മുട്ടിലഴയാനാണ് നോക്കുന്നത് ഞങ്ങൾ. ചിലപ്പോൾ മുട്ടിലഴയില്ല, ചിലപ്പോൾ എണീറ്റിരിക്കുമായിരിക്കും, ചിലപ്പോൾ നിൽക്കുമായിരിക്കും. എന്താണെന്നുള്ളത് അവളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനായിട്ട് നിങ്ങളും വെയിറ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങളുടെ ഡൂഡുവിന് ഇപ്പോൾ 1 വയസ്സായിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.